അപ്പൊ തുടങ്ങാല്ലേ? സംഭവം നടന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഡേഞ്ചർ ഫിറോസ്. പുള്ളി ഇനി ഞാൻ ഡേഞ്ചർ ഫിറോസ് എന്നേ വിളിക്കത്തുള്ളൂ. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. കാര്യം ഇപ്പോഴാണ് ആ പേര് നിങ്ങൾക്ക് പറ്റിയത്. സജിന ആൻഡ് സജിനയുടെ അവിഹിതങ്ങൾ വലിച്ചേറി ഒട്ടിച്ച്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. അതിനൊരു ഉറപ്പ് വേണം. അത് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ച് ഇനി എത്ര ഓസ്കാർ മേടിച്ചു കഴിഞ്ഞാലും ആ ഒരു ഉറപ്പ് ഉണ്ടാവും തോന്നില്ല. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പൊ പറഞ്ഞു വന്നത് ഫിറോസ് ഖാന്റെ യൂട്യൂബ് ചാനലിൽ വന്ന 3 വീഡിയോ. സത്യത്തില് ആ വീഡിയോ കണ്ടപ്പോ ഞെട്ടിപ്പോയി. സജിന ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമോ ഓർത്ത് ഞെട്ടിയതല്ല. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ മനുഷ്യൻ ഇത്രയും കാലം അറിഞ്ഞിട്ടും സത്യങ്ങൾ വളച്ചൊടിച്ച് സജിന വന്ന് ഫിറോസിന് അഗൻസ്റ്റ് ഇത്രയും സംസാരിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ നിങ്ങൾ ഇത്രയും കാലം ക്ഷമയോടിരുന്ന് ആ ക്ഷമ കണ്ട് സത്യത്തിൽ ഒരു മനുഷ്യനും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ക്ഷമിച്ചിരിക്കുമെന്ന്. ഒരാളും മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരാളും ഇങ്ങനൊരു അവസ്ഥ സഹിക്കുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനൊരു ഭാര്യയെ ഒരു മനുഷ്യനും കിട്ടാതിരിക്കട്ടെ, ഇങ്ങനെ ഒരു അമ്മയെ ഒരു കുഞ്ഞിനും കിട്ടാതിരിക്കട്ടെ. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായം. ഇത്രയും സത്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം മിണ്ടാതിരുന്നത്. സജിന വന്ന് പറയുന്ന ഓരോ കള്ളക്കഥകളും കേൾക്കുമ്പോൾ കണ്ണീരൊലിപ്പിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സത്യത്തിൽ ശരിയായിരിക്കും, നിങ്ങൾ തെറ്റായിരിക്കും എന്ന് വിചാരിച്ചു. നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വീണിട്ടുണ്ടോ എന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുക, ഈ നാറിയ സ്ത്രീയുടെ വൃത്തികെട്ട വാക്കുകൾ കേട്ട് ഈ കള്ളക്കഥകൾ കേട്ടിട്ട് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാ ക്ഷമിക്കണം സത്യമായിട്ടും. കാരണം ഇങ്ങനെ ഒരു സ്ത്രീയുടെ കൂടെ ഇത്രയും കാലം സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സമ്മതിക്കണം. ഒരാൾക്കും പറ്റൂല. 2 കല്യാണം, 2 ഒളിച്ചോട്ടം, 9 അവിഹിതം, 3 പേരിൽ ഗർഭം ധരിക്കുന്നു, 2 പേരുടെ 2 കൊച്ചുങ്ങളെ പ്രസവിക്കുന്നു, അടുത്താടെ ഇനി പ്രസവിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇത്രയും ഒരു അതപ്പതിച്ച സ്ത്രീ സീരിയസ്ലി അടുത്തൊന്നും കണ്ടിട്ടില്ല. അതൊന്നും സാരമില്ല മോനെ, എന്ത് വന്നാലും നീ പിടിച്ചു നിൽക്കണം. ഈ രീതിയിൽ ഇത്രയും ഒരു ഫെയിം ഫേസ് ചെയ്യുന്നിട്ട് ഇങ്ങനത്തെ ഒരു മുതലിനെ സത്യമായിട്ടും കണ്ടിട്ടില്ല. സ്വർണ്ണച്ചന്തി നോക്കി പോകുന്ന വ്യക്തി, സ്വർണ്ണച്ചന്തി പോകുന്നതിന് മുമ്പ് ആരെങ്കിലും കണ്ടിട്ട് പോകുന്നതിന് മുമ്പ് നോക്കും അവന്റെ മൂഡ് സ്വർണ്ണമാണോ എന്ന്. അത് നോക്കി പോകുന്ന വ്യക്തി. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. സജിനയുടെ മൊത്തം ചരിത്രം വിത്ത് പ്രൂഫ്. അതും ആരുടെയൊക്കെ പേര് പറഞ്ഞാണോ അലിഗേഷൻ എല്ലാത്തിനും ഫോട്ടോ അടക്കം എടുത്തു വെച്ചിട്ടാണ് കാണിച്ചേക്കുന്നത്. വെറുതെ ഒരു കഥ പറയുവാണെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുത്തു വെച്ച് ചങ്കുറപ്പോൾ ഒരുത്തിനും കാണിക്കൂല. അതിനകത്ത് സത്യം ഉണ്ടായതുകൊണ്ടായിരിക്കണം അങ്ങനെ വന്ന് പുള്ളി കാണിച്ചിട്ടുള്ളത്. ലോകത്ത് ഒരു ഭർത്താവിനും ഇങ്ങനത്തെ ഒരു ഗതികേട് വരുത്തരുത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ഇത്രയും അവിഹിതങ്ങൾ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ പൊക്കുന്നത്. ഇത്രയും എന്നിട്ട് ഇത് മൊത്തം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിന എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ 10 വർഷം ഞാൻ ജീവിച്ചപ്പോഴും എന്നെ വരട്ടാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒന്നുകിൽ അവൾ എൻ്റെ പേരെഴുതി വെച്ച് സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മകളെ വെച്ച് ബോക്സോ ഇട്ട് തരുമെന്ന്. അവൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പിടിക്കപ്പെടുമ്പോഴും ഒക്കെ അവൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡാണ്. ഏതറ്റം വരെ വേണമെങ്കിലും വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും സജിന പോകും. തന്റെ മകളെ വെച്ചിട്ട് ഭർത്താവിനെ ഈ രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുമോ? സ്വന്തം മകളെ വെച്ചിട്ട് ഒരമ്മയും അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മകളോട് സ്നേഹമുള്ള ഒരമ്മയും ആ കുഞ്ഞിന്റെ ജീവിതം കളയുന്ന രീതിയിൽ, അതിനൊരു ചീത്തപ്പേർ ഉണ്ടാക്കുന്ന രീതിയിൽ, അതിനൊരു ട്രോമ ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു നാറിയ പരിപാടിക്ക് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ ഇവര് കൂട്ടു നിൽക്കും, ഇവര് ചെയ്യും. ഓ, കണ്ടതൊന്നും കളിക്കാരനോട് പറയണ്ട, ചിലപ്പോ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കും ചെയ്യും. ഇപ്പം നിലവിൽ കത്തുനോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം ഇവരും റസൂൽ പൂക്കുറ്റി തമ്മിൽ റിലേഷൻഷിപ്പാണ്. പൂക്കുറ്റി തേക്കും എന്നൊരു വക്കിലായപ്പോഴാണ് പൂക്കുറ്റിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരോ സ്റ്റോറി പൊട്ടിക്കുന്നത്. സത്യം പറ, ഇതാ പെണ്ണല്ലേ? ഏത് പെണ്ണ്? ഈ പെണ്ണ. ആദ്യം 4 കൊല്ലം ഞങ്ങൾ പ്രണയമാണെന്നും പറഞ്ഞ് പൊട്ടിക്കുന്നു. പിന്നീട് 3 വീക്ക് ഗർഭിണിയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കുന്നു. ഇതെല്ലാം ഇവർ തന്നെ ഇടുന്നതാ. എന്തിനാ? പൂക്കുറ്റിയെ പേടിപ്പിക്കാൻ വേണ്ടി. പൂക്കുറ്റിയുടെ ഇത് പൂത്ത പൈസയുണ്ട്. സ്വർണ്ണച്ചന്തി നോക്കി പോകുന്നതല്ലേ. ഈ 2 പോസ്റ്റും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ട് ഇട്ടതല്ല. ജനങ്ങളെ അറിയിപ്പിച്ച് പൂക്കുറ്റി ഒരു ഓസ്കാർ ഒക്കെ നേടിയ വ്യക്തിയാണ്. അയാൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ഈ സമൂഹത്തിൽ. അതിനെ താറടിച്ച് കാണിച്ചിട്ട് അയാളെ അത് വെച്ച് ഭീഷണിപ്പെടുത്തുക. ഇതാണ്.
അന്നേരം ഏതെങ്കിലും ഒരു നെഗോഷിയേഷന് തയ്യാറാവും. ഈ പ്രഗ്നൻസിയുടെ സ്റ്റോറി കയ്യിൽ നിന്ന് പോയ സമയത്താണ് മറ്റേ ഹാക്കിന്റെ കഥയുമായിട്ട് വന്നത്. എന്റെ അക്കൗണ്ട് ഹാക്കായി പോയി എന്നും പറഞ്ഞ് വന്നത്. അത് ഹാക്കായി പോയൊന്നും അല്ല, ഇത് ഇവര് തന്നെ ഇറക്കിയ കഥയാ. നമ്മളന്ന് കൃത്യമായിട്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്തതാ. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും ഇത് ഇവര് തന്നെ ഇറക്കിയ കഥയാണെന്ന്. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ മേ ബി അത് ഇട്ടപ്പോ തന്നെ വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡി വല്ലതും തരാം, നീ അത് മാറ്റി, നീ പറയുന്ന എല്ലാം സമ്മതിക്കാം എന്നും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് അടുത്ത കഥ ആയിട്ട് വന്നു, പൂക്കുറ്റിക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവും ഇല്ലെന്നും പറഞ്ഞിട്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട്. രണ്ടും പഴയ ഒരു ഫ്ലാറ്റ് എടുത്ത് രണ്ടും കൂടിയാ താമസം. അവിടെ പലരും വന്നു പോകുന്നുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, എന്ത് തരം താഴ്ന്ന പ്രവൃത്തിയും ഇവര് ചെയ്യും. ജനങ്ങളുടെ മുന്നിലൊന്നും നാറുന്നതിന് ഒരു കുഴപ്പമില്ല. ക്യാഷ് മണി മാറ്റേഴ്സ്. പഴയ ഒരു ട്രോളാണ് ഓർമ്മ വരുന്നത്, സണ്ണി ലിയോൺ വെടിയാണെന്ന് മിയ ഖലീഫ പറയുന്ന പോലെ. പൂക്കുറ്റിയെ തേച്ചിട്ട് പാരലായിട്ട് വേറെ 3 അവിഹിതമുള്ള ടീമാണ് പൂക്കുറ്റിയുടെ ഫോണിൽ നിന്ന് അവിഹിതം പൊക്കിയെന്നും പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് കഥ മാറ്റി, എനിക്കിനി അയാളെ വേണ്ട, എനിക്ക് അയാളുടെ 3 കോടി രൂപ മതിയെന്ന്. അതില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം ട്രാപ്പാണ്, ഇതെല്ലാം നമ്പറാണ്. ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഗർഭിണിയാവുന്നത് വരെ. മനസ്സിലായ? ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരെണ്ണം പറയുന്നുണ്ട്, താല്പര്യമില്ലാഞ്ഞിട്ടും ഫോഴ്സ്ഫുള്ളി ചെയ്തു എന്ന്, നിർബന്ധിച്ച്, അത്രയും നിർബന്ധിച്ച് ചെയ്യണമെന്ന് ആലോചിച്ച് കൊടുക്കുക. അത് എന്തായിരിക്കും അതിൻ്റെ അകത്ത് ഇന്റൻഷൻ എന്ന്. സജിനയ്ക്ക് ഈ പറയുന്ന മറ്റേ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ലെന്ന്. ഇന്ന് രാത്രി ഞാൻ ഈ മതിലൊന്ന് ചാട്ടും. അതൊരു ഇന്റൻഷൻ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഗർഭിണിയാകുക, കുഞ്ഞിന്റെ പേര് വെച്ചിട്ട് പൈസ തട്ടുക, ഇതാണ് പരിപാടി. പൈസയാണ് മെയിൻ ഇവർക്ക്. മാനം പോയാലും കുഴപ്പമില്ല, പൈസ ഉള്ളവരെ നോക്കിയാണ് പോകുന്നത് തന്നെ. പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഈ രീതിയിൽ. ആട് 1 മറ്റേ ലാസ്റ്റ് ഉള്ള ഡയലോഗ് എഴുതിയത് സജിന വല്ലതുമാണ്. അവീത ഉണക്കമീൻ പോലെയാണ്, നാട് മൊത്തം നാറിയാലും കഴിക്കുമ്പോ നല്ല ടേസ്റ്റ്. ഗേറ്റ് ഇല്ല. എന്തിന് അയ്യോ മതിലിയാട് അറിഞ്ഞുവിടാത്ത ഒരു മോൻ. നിന്റെ ഇല്ലേ സാധനം. നിങ്ങളാണ് എഴുതി, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. എന്നാലും കൊള്ളാം, നന്നായിട്ട് വരട്ടെ. പൂക്കുറ്റി മിക്കവാറും ഉടനെ തേക്കുന്നാ തോന്നുന്നത്. നീ അടുത്ത ഏറെ ആരാണോ എന്തോ. എന്റെ പൊന്ന് ഫിറോസെ, നിങ്ങൾ ഇനിയും ഇതിനെ ചുമക്കാൻ നിക്കല്ലേ. ഇനിയും ചിലപ്പോ അങ്ങോട്ട് തന്നെ വരും. കാര്യം ഉളുപ്പെന്നാണോ മനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എന്ന് പറഞ്ഞു വരും. ചുമക്കരുത്, ദൈവത്തെ കൂടുതലൊന്നും പറയും. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.